മീൻ കുഞ്ഞുങ്ങളെ വരെ വലയിൽ കുരുക്കുന്ന പെയർ ട്രോളിങ്ങിനെ ചൊല്ലി കടലിൽ മത്സ്യത്തൊഴിലാളികൾ തമ്മിൽ സംഘർഷം. വലിയ ബോട്ടുകളിലെ തൊഴിലാളികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും തമ്മിലാണ് തർക്കം പതിവാകുന്നത്. അശാസ്ത്രീയമായ മത്സ്യബന്ധനം മത്സ്യസമ്പത്തിന്റെ നാശത്തിനാണ് വഴിയൊരുക്കുന്നത്. പെട്രോളിങ്ങിനെ ചൊല്ലി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും വലിയ ബോട്ടിലെ തൊഴിലാളികളും കടലിൽ സംഘർഷത്തിലേർപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. എന്താ വെച്ചാൽ നൈറ്റ് ഫിഷിങ്ങും ഈ ഡബിൾ നെറ്റും ഉൾപ്പെടെ മത്സ്യബന്ധന രീതി അശാസ്ത്രീയമായ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത് കൊണ്ടാണ് മറ്റു മേഖലയിലുള്ള ബോട്ട് ഉൾപ്പെടെ വന്നിട്ട് ഇവിടെ മത്സ്യം ഇല്ലാതെ പോയത്. ഡബിൾ നെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള പെട്രോളിംഗ് ആണ് പലപ്പോഴും കടലിൽ സംഘർഷത്തിന് വഴിയൊരുക്കുന്നത്. എന്താണ് പെട്രോളിംഗ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കാൻ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഈ പെട്രോളിംഗ്? രണ്ട് ഫിഷിംഗ് ബോട്ടുകൾ ഇവ കൂടി ചേർന്ന് ഒരു നെറ്റ് വഴിയായിട്ട് മത്സ്യബന്ധനമാണ് പെട്രോളിംഗ് അല്ലെങ്കിൽ ഡബിൾ നെറ്റ് എന്ന് പറയുന്നത്. ഇതിന് സാധാരണ ട്രോളിങ്ങിന് ഉപരിയായി ഉപരിതല മത്സ്യവും കൂടി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വല സംവിധാനമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ അടിത്തട്ട് മുതൽ മുകളിൽ വരെ ഉള്ള മത്സ്യങ്ങൾ ഒന്നും തന്നെ ഒഴിഞ്ഞു പോകാത്ത രീതിയിൽ വലിയൊരു ഏരിയയിലുള്ള മത്സ്യം ഒന്നിച്ച് കവർന്നെടുക്കാവുന്ന ഒരു നിയമവിരുദ്ധമായ രീതിയാണ് ഡബിൾ നെറ്റ് അല്ലെങ്കിൽ പെട്രോളിംഗ് എന്ന് പറയുന്നത്. പെട്രോളിംഗ് നിയമവിരുദ്ധമാകുവാൻ പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, തീരത്തോടടുത്തുള്ള ഒരു പെട്രോളിംഗ് ആണ് ഇവർ നടത്തുന്നത്, അത് സർക്കാർ അനുവദിക്കുന്നില്ല. രണ്ടാമതായിട്ട് ഡബിൾ നെറ്റ് എന്ന് പറയുന്ന സംവിധാനം ഒരു തരത്തിലും സർക്കാർ അനുവദിക്കാത്തൊരു കാര്യമാണ്. മൂന്നാമതായിട്ട് ഇത് രാത്രിയിലാണ് പലപ്പോഴായിട്ട് ചെയ്യുന്നത്. അങ്ങനെ 3 കാര്യങ്ങളിൽ ഇവർ നിയമലംഘനം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ പിടിക്കാൻ പാടില്ലാത്ത വളരെ ചെറിയ ഫിഷറീസ് വകുപ്പ് അനുവദിക്കുന്ന മത്സ്യങ്ങളുടെ സൈസിനേക്കാളും വളരെ ചെറിയ മത്സ്യക്കൂട്ടങ്ങളെയാണ് ഇവർ മൊത്തത്തിൽ കവർന്നെടുക്കുന്നത്. മത്തി പോലെയുള്ള മത്സ്യസമ്പത്ത് കേരള തീരത്തു നിന്നും അപ്രത്യക്ഷമാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അശാസ്ത്രീയമായ മത്സ്യബന്ധനം തന്നെയാണ്. ഇത്തരത്തിലുള്ള അശാസ്ത്രീയ മത്സ്യബന്ധനത്തിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യോജിച്ചുള്ള പ്രവർത്തനമാണ് ആവശ്യം. ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വിവരങ്ങളുമായി സനോജ് ചേരുന്നു. സനോജ്, വിശദമായ റിപ്പോർട്ടായിരുന്നു. എന്താണ് പെട്രോളിംഗ്, അതുമൂലം ഉണ്ടാകുന്ന ദുരിതം എന്താണ്, പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. ഇനി ആരാണിത് ചെയ്യുന്നത്, ഇത് തടയാൻ എന്ത് ചെയ്യുക എന്നുള്ള 2 ചോദ്യങ്ങളാണുള്ളത്. പ്രധാനമായും കേരള തീരത്തെ തൊഴിലാളികൾ അല്ലെങ്കിൽ ബോട്ടുകൾ തന്നെയാണോ ഇത് ചെയ്യുന്നത്? അതൊന്ന് തുടങ്ങാം. ഗോപി, കേരള തീരത്തുള്ള തൊഴിലാളികൾക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തൊഴിലാളികളും ഈ തരത്തിലുള്ള വലിയ ബോട്ടുകളിൽ ട്രോളിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ ശേഷം വലിയ ബോട്ടുകളിലെത്തുന്ന തൊഴിലാളികളും കേരളത്തിൽ വള്ളത്തിൽ പോയി തൊഴിൽ നടത്തുന്ന പരമ്പരാഗത തൊഴിലാളികളും തമ്മിലാണ് പലപ്പോഴും സംഘർഷത്തിന് വഴിയൊരുക്കുന്നത്. ഇതുമൂലം മത്സ്യസമ്പത്ത് ആകെ ഇല്ലാതാകുന്ന ഒരു സമീപനമാണ് ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ ട്രോളിംഗ് മൂലം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ, അതായത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനമായി അവർ പറയുന്നത്. മാത്രമല്ല, നിരോധിത വലയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ നിരോധിത വല 2 വലിയ ബോട്ടുകളിൽ വന്നുകൊണ്ട് മത്സ്യബന്ധനം നടത്തുമ്പോൾ ചെറുമീനുകളടക്കം ഇല്ലാതായിക്കൊണ്ടിരിക്കും. ചെറുമീനുകളെ അടക്കം ഇത് പിടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ മുൻപ് ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന ചെറുമീനുകൾക്ക് മാർക്കറ്റിൽ വില ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയപ്പെടുന്നത്, ഇന്ന് മംഗലാപുരം പോലുള്ള പ്രദേശങ്ങളിൽ ഈ ചെറുമീനുകൾ വളത്തിനായി പൊടിച്ചുപയോഗിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പിടിക്കുന്ന എല്ലാ മത്സ്യസമ്പത്തും ഇവർക്ക് പ്രയോജനപ്രദമാക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ വലിയ നിരോധിത നെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ ട്രോളിങ്. ഈ ട്രോളിങ് മൂലം ഇവർക്ക് വലിയ മീനുകളെ വിൽക്കാൻ കഴിയുന്നു. ഒപ്പം തന്നെ ചെറുമീനുകളെ വളത്തിനായിട്ട് മംഗലാപുരം പോലുള്ള പ്രദേശത്തേക്ക് കയറ്റി അയക്കാനും കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഈ ട്രോളിംഗ് ഇങ്ങനെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യോജിച്ചുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമേ എന്തെങ്കിലും എങ്ങനെയാണ് മത്സ്യത്തൊഴിലാളി ഇപ്പോൾ സനോജ് പറഞ്ഞതും റിപ്പോർട്ട് ചെയ്യുന്നതും അനുസരിച്ചിട്ട് തൊട്ടു മുമ്പിൽ നിയമലംഘനം നടക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ല.
തങ്ങൾക്ക് കിട്ടേണ്ട മത്സ്യത്തെ കൂടി അവർ കൊണ്ടുപോകുന്നു. അത് പാവപ്പെട്ട അല്ലെങ്കിൽ നിസ്സഹായരായ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നോക്കി നിൽക്കേണ്ടി വരുന്നു. അവർ ക്ഷുഭിതരാവുന്നതിൽ ഒരു കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴായി അത് തർക്കത്തിലേക്ക് പോകുന്നു. തർക്കത്തിലേക്കും ഇത്രയും നാളായിട്ട് അത് കയ്യാങ്കളിയിലേക്ക് അധികൃതർ ശ്രദ്ധിക്കുകയോ അപ്പോൾ ഒരു അതാണ് നടപടി അതിലെങ്ങനെയാണ് അത് എടുക്കുകയോ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക? കാരണം ഇത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അധികൃതരൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാവില്ലേ? ഇനി എന്താണ് ഇപ്പോൾ അതിൽ ചെയ്യാനുള്ളത്? ഇത്തരത്തിൽ അശാസ്ത്രീയമായ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുവാനും അത്തരത്തിൽ പിടിച്ചെടുക്കുന്ന ബോട്ടുകൾക്ക് 2.5 ലക്ഷം രൂപ വരെ പിഴ ചുമത്തുവാനുള്ള വകുപ്പുകൾ നിലവിലുണ്ട്. പക്ഷേ ഇങ്ങനെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പലതവണയായിട്ട് ആവശ്യപ്പെട്ടിട്ടും അശാസ്ത്രീയമായ രീതിയിൽ ഇത്തരത്തിൽ മത്സ്യബന്ധനം നടത്തുന്ന വലിയ ബോട്ടുകൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട പരാതി. പലതവണ ഈ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ഫിഷറീസ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ അയച്ചിട്ടുണ്ടെങ്കിലും ഒരു തീരുമാനം സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തങ്ങളുടെ തൊഴിൽ തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല മത്സ്യസമ്പത്തിനെ ആകെ ഇല്ലാതാക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തീരങ്ങളിലൊക്കെ വലിയ തോതിൽ സുലഭമായി ലഭിച്ചിരുന്ന ഒരു വിഭവമായ മത്തിയായിരുന്നു. എന്നാൽ ഇന്ന് മത്തി എന്ന് പറയപ്പെടുന്ന മീൻ കാണാൻ കൂടി ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതിന് കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ മത്സ്യബന്ധനം. ഇങ്ങനെ അശാസ്ത്രീയമായ മത്സ്യബന്ധനം നടത്തുമ്പോൾ ഭാവിയിൽ അയല മറ്റുപോലെയുള്ള മീനുകളൊക്കെ തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം വളരെ വേഗത്തിൽ ലാഭം കൊയ്യുക എന്ന കൊള്ള ലാഭക്കൊതിയാണ് ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ മത്സ്യബന്ധനത്തിനുള്ള പ്രധാനപ്പെട്ട കാരണമായി കാണുന്നത്. അതിന് ഈ നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും ആ നിയമങ്ങൾ പ്രയോജനപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനോ ബന്ധപ്പെട്ട ആളുകൾ വകുപ്പുകൾ തയ്യാറാകുന്നില്ല. പണ്ട് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിവാദം ഉണ്ടായ സമയത്ത് ചില കണക്കുകൾ പുറത്തു വന്നിരുന്നു. നിലവിൽ ഇറങ്ങുന്ന വെള്ളങ്ങൾക്ക് തന്നെ മുതലാവുന്ന രീതിയിലുള്ള മത്സ്യം നമ്മുടെ നാട്ടിൽ കടലുകളിൽ ഇല്ല എന്നായിരുന്നു അന്ന് പല വിദഗ്ധരും ഉദ്ധരിച്ച കണക്കുകൾ. അപ്പോഴാണ് ഉള്ളതും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളതും വരെ കൂട്ടത്തോടെ കൊണ്ടുപോകുന്നത്. ഒരു മേഖലയുടെ തൊഴിൽ കൂടി അല്ലെങ്കിൽ ഒരു ജീവനോപാധി കൂടി ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ബന്ധപ്പെട്ടവർ, ഇടപെടേണ്ടവർ, സർക്കാരുകൾ ഇപ്പോഴും ഇടപെടുന്നില്ല. അങ്ങനെ തന്നെ പറയേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇവർ പറയുന്നത്. വകുപ്പുകൾ, നിയമങ്ങളൊക്കെ തന്നെ മുമ്പിലുണ്ട്. കാരണം പിഴ ചുമത്താം, ഈ വലിയ ബോട്ടുകൾ പിടിച്ചെടുക്കാം. ഇങ്ങനെ ഇത്തരത്തിൽ അതായത് ഈ അശാസ്ത്രീയമായ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾ കഴിഞ്ഞ ദിവസം ഇപ്പം നമ്മൾ കണ്ട ബഹളം എന്ന് പറയപ്പെടുന്നത് കോഴിക്കോട് കൊയിലാണ്ടിയിലാണ്. ആ കൊയിലാണ്ടിയിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കൂട്ടത്തോടെ ചെറുവള്ളങ്ങളിൽ പോയി ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും ആ ബോട്ടുകൾ പിടിച്ചെടുത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിക്കുകയും ചെയ്തുവെങ്കിലും അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന ഒരു പരാതിയും ഈ തൊഴിലാളികൾ പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഉദാസീനത സമീപനം ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ സമീപനം മൂലം ഇല്ലാതാവുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലാണ്. ഒപ്പം തന്നെ ഭാവി തലമുറയ്ക്ക് സംരക്ഷിച്ചു വെക്കേണ്ട മത്സ്യസമ്പത്തും ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗോപി, ഇതിൽ കൃത്യമായ പരിശോധന നടത്തുക, അശാസ്ത്രീയ മത്സ്യബന്ധനം ഒഴിവാക്കുക, കൃത്യമായി ഫൈനൊക്കെ ചുമത്തി കഴിഞ്ഞാൽ തന്നെ ഇത് ഒഴിവാക്കാം. അല്ലെങ്കിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ വിഭാഗം ആൾക്കാരാണ് വലിയ പ്രതിസന്ധിയിലാവുക എന്നത് തന്നെയാണ്. എന്തായാലും അധികൃതരുടെ ശ്രദ്ധയിൽ വരട്ടെ അല്ലേ? തീർച്ചയായും. മറ്റ് വാർത്തകളിലേക്ക് കൂടി കിടക്കുന്നു.